പാതിവില തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനന്തു കൃഷ്ണനും കെ.എൻ. ആനന്ദകുമാറുമാണ് കേസിലെ പ്രതികൾ. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നത്? എന്താണ് ആ കുറ്റപത്രത്തിലെ ഉള്ളടക്കം? അതിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെ? GK, കേരളം കണ്ട ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പായിരുന്നു പാതിവില തട്ടിപ്പ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരെ പാതിവിലയ്ക്ക് ലാപ്ടോപ്പ് മുതൽ തയ്യൽ മെഷീൻ വരെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ തുക പിരിക്കുകയും മുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഈ തട്ടിപ്പിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത്. അതിൽ വിവിധ NGO-കളെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ അതിന്റെ ഭാഗമാക്കിയിരുന്നു. പലരും ഇത് അറിയാതെയും ഇതെന്താണ് കാര്യമെന്നറിയാതെയും ഒക്കെ ഇതിൽ ചെന്ന് ചാടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് ഈ NGO-യുടെയൊക്കെ മറവിൽ നടന്നു എന്നുള്ളതാണ്. അതിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് അനന്തു കൃഷ്ണനും K.N. ആനന്ദകുമാറുമാണ് പ്രതികൾ. ഇരുവരും ഉടമകളായ കമ്പനികളെയും ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. അനന്തു കൃഷ്ണന്റെ 4,50,00,000 രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഒപ്പം തന്നെ ഈ അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴയിലുള്ള ജയിലിലെത്തി ഒരു 2 മാസം മുൻപ് ED ചോദ്യം ചെയ്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ, അതായത് ഈ ലഭിച്ച തുക എങ്ങോട്ടേക്ക് മാറ്റി, എവിടെ നിന്നാണ്, ഇപ്പോൾ എന്താണ് ആ ഒരു തുകയുടെയൊക്കെ ഒരു സ്വഭാവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2 പ്രതികളാണ് ഇതിലുള്ളത്. ഇത് ഒരു വളരെ ഗൂഢാലോചനയോടുകൂടി ചെയ്തു എന്നുള്ളത് തന്നെയാണ് EDയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനമുള്ളത്. ഏകദേശം കേരളത്തിൽ 1600ഓളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് എടുത്തിരുന്നു. അതിനുശേഷം ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. അനന്തകൃഷ്ണൻ ഇപ്പോൾ ജയിലിലാണ്. ഈ സമയത്ത് കൂടിയാണ് ED ഈ കേസിലേക്ക് വരികയും ഇതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ളത്, അതായത് ആയിരക്കണക്കിന് കോടിയുടെ ഒരു തട്ടിപ്പ് ഇതിൽ നടന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ED പിടിമുറുക്കുകയും ചെയ്തത്. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അതിൽ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇപ്പോൾ അതിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.